ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ഈവനിങ് വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. നല്ല കിടക്കാച്ചി മഴ പെയ്യണ ഒരു ദിവസം കേട്ടോ. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്ക് അന്ന് ഞാനും കരുതി. അപ്പോൾ നല്ല മഴയും കൂടെ നമ്മൾ നല്ല ചക്കയും ഒരു ഗ്ലാസ് പാൽ ചായയും കുടിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പാലൊക്കെ അടുപ്പത്ത് വെച്ച് ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ രണ്ട് വികൃതി കുട്ടന്മാർ അടുക്കളയിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. നമ്മുടെ അമ്മൂടെ ഒരുപാട് വലുതായി പോയിട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ അമ്മൂട് മുട്ട കൊത്തുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ ആവും ഞാൻ ഇട്ടിട്ടുണ്ടാവുക, ലാസ്റ്റായിട്ട് ഡൈമ ലൈഫ് പോലെ. പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം നമ്മൾ അമ്മൂട് പിടിച്ച് നടക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. അമ്മൂടെ കൂടെ ഇപ്പോൾ 10 മാസം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ഇച്ചു അംഗനവാടിയിൽ നിന്ന് വന്നിട്ട് നല്ല തകർത്ത വികൃതിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ള വികൃതി മുഴുവൻ ആ സമയം കൊണ്ടോട് തീർക്കും. മഴയൊക്കെ കണ്ടപ്പോൾ ഒരു പുതിയ മഴയത്തൊന്ന് കളിച്ചേക്കാമെന്നും നല്ല പനി പിടിച്ച് നിൽക്കുന്ന സമയം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം മഴയത്ത് കൈയൊക്കെ ഇങ്ങനെ നനച്ചത് നല്ല രസമല്ലേ. മഴയത്ത് ഇങ്ങനെ കയ്യിൽ താളം പിടിച്ച് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ മഴയത്തേക്ക് അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. ഒന്ന് പനിച്ചതിൻ്റെ ക്ഷീണം മാറി വരുന്നിട്ടുള്ളൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ? പിന്നെ നമ്മളെ ഇച്ചുവിന് സൈക്കിൾ വാങ്ങി ആൾ അകത്ത് കൂടെ ഓടിക്കാനൊന്നും പിടിച്ചിട്ടില്ല, എന്നാലും അതിന് കയറിയാണ് നല്ല കളിയാണ്. ഓരോന്നും വികൃതിയും കാട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേട്ടൻ്റെ അനിയൻ്റെയും കുറച്ച് വികൃതികൾ കാണാം. രണ്ടും ഷടപടേന്ന് പറഞ്ഞാൽ അടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുണ്ട്. ഒരാൾ മാത്രമല്ല, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതിയാണ്. അപ്പോൾ അമ്പുട് വായയിൽ എന്തോ ഇട്ടിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പിച്ചു പോയതാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾ കുഴപ്പമില്ല, ഞാനൊക്കെ അല്ല, മക്കൾ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ചെറിയ വയ്യായികയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആയി നമ്മൾ പഴയ എനർജിയിലേക്ക് വരും എന്നും കരുതും വീഡിയോ ഇടണം. പക്ഷെ നടക്കുന്നില്ല. ഓർക്കണ്ട നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ അമ്മൂടെ കിട്ടുന്നത് മഴ കണ്ടപ്പോൾ പേടി. ഞാൻ മഴയത്തൊന്ന് കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം അമ്മൂടിന് നല്ല പേടി മഴ പെയ്യുന്ന കണ്ടിട്ട്. അത് മഴ പെയ്യുന്ന കാണുമ്പോൾ നമ്മളെ നെഞ്ചോടാണ്ട് ചേർന്ന് പറ്റിപ്പിടിച്ച് നിൽക്കും. ഭയങ്കര പേടിയായിട്ടോ. മുഖമൊക്കെ ആകെ മാറി പേടിച്ച് വരണ്ടങ്ങ് നിൽക്കും. അതിന് വെള്ളത്തിൽ കളിക്കണമെന്നുണ്ട്, പക്ഷെ പേടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ആ ഒരു കഴിഞ്ഞ ദിവസം നല്ല കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ ഞാൻ വെറുതെ അതിന് മഴ കാണിക്കാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറക്കിയത്. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് റബ്ബറും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ കാറ്റ് നല്ല സ്പീഡിൽ വീശുന്ന കണ്ടിട്ടും പിന്നെ ഇരുണ്ടും മൂടി നിൽക്കണ്ടേ, നല്ല മഴയൊന്നും ആ ഒരു ഇത് കണ്ടിട്ടാണ് ഉണ്ടാവാൻ പേടിച്ചു പോയത്. ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പം ഞാനത് കാണിച്ച് തരാമെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് കുറച്ച് സമയം എടുത്തിട്ടായിട്ട് ഇറങ്ങുന്നത്. ഇത്ര സ്പീഡിലൊന്നും ഇറങ്ങില്ല. ഇപ്പം ആൾ നന്നായിട്ട് ഇറങ്ങും, കയറുകയൊക്കെ ചെയ്യും. പിന്നെ പിടിച്ച് നടക്കും, വർത്താനൊക്കെ പറയാൻ തുടങ്ങി. 2 കുഞ്ഞ് പല്ല് വന്നു നമ്മളമ്പുടുക്കുട്ടന്. 10 മാസം കഴിഞ്ഞ് 11ാം മാസത്തേക്ക് കിടന്നു. 2 മാസം കൂടെ കഴിഞ്ഞാൽ നമ്മളെ കുട്ടി അവൻ്റെ ബർത്ത്ഡേ ആയി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. അവൻ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ, ആ നിപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചക്കയും മാങ്ങാച്ചാറൊക്കെ കഴിച്ചു, ഞാനും മിച്ചുമൊക്കെ കൂടെ. പിന്നെ ഉള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ മക്കളെ ഉറക്കാമെന്ന് കരുതി. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചുവിന് ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഉറക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഉറങ്ങിക്കോളും, തട്ടി കൊടുത്താൽ മതി. പാട്ടൊക്കെ പാടി തട്ടി കൊടുത്താൽ അവൻ ഉറങ്ങും. അപ്പോൾ നമ്മൾ ചേട്ടായിക്കുട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അനിയൻകുട്ടൻ്റെ കളിയാണ്. പിന്നെ അവൻ്റെ രാജ്യം, ആ രാജ്യത്തെ രാജാവ് അവനിഷ്ടമുള്ളത് മുഴുവൻ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഇച്ചുക്കുട്ടനെ നല്ലപോലെ വികൃതിയും കാട്ടുണ്ടോ. പാവം അതിന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. മുടി പിടിച്ച് വലിക്കും, ചെവി പിടിച്ച് വലിക്കും. എന്നാലും ഒരു രസം, അവനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അമ്പൂടൊന്നും മഴ കണ്ട് പകലൊക്കെ പേടിച്ച് വരണ്ട് നിന്നതിൻ്റെ ബാക്കി കളിയാണ് രാത്രി ജനലും വാതിലൊക്കെ അടച്ചിട്ടപ്പോൾ സൗണ്ടൊന്നും കേൾക്കാമെന്നപ്പോൾ ആളൊന്ന് കൂളായി. പിന്നെ ഭയങ്കര കളിയായിരുന്നു. സാധാരണ 9 മണിയാകുമ്പോൾ കിടന്നുറങ്ങുന്നവൻ ഇന്ന് 11 മണിയായിട്ടും ഉറങ്ങിയിട്ടില്ല. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല കളിയും നല്ല ചിരിയൊക്കെ ആയിരുന്നു. പാട്ട് മേടിച്ചാൽ അവൻ്റെ ഭാഷയിൽ അവനിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക, കളിക്കുക. ഞാൻ ആ വടിയെടുത്ത് അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അവർക്ക് കളിപ്പാട്ടൊന്നും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.